ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി 2450 എന്ന ഒരു നിർണായകമായ ഒരു ലെവലിൽ മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിന് വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് IT സ്റ്റോക്കുകളിലുണ്ടായിട്ടുള്ള ഇടിവ്, പിന്നീട് ബാങ്കിങ് ആൻഡ് ഓട്ടോ സെക്ടറിലുണ്ടായ മുന്നേറ്റം കൊണ്ട് നിഫ്റ്റിക്ക് മറികടക്കാൻ സാധിച്ചു എന്ന് കാണാൻ കഴിയും. നിഫ്റ്റിയിൽ നമ്മൾ കാണുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,200, 24,250 എന്നുള്ള ലെവലാണ്. ഇതും കൂടി മറികടന്നാൽ 24,500 അടുത്ത ഒരു റെസിസ്റ്റൻസ് ലെവൽ. സപ്പോർട്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 23,850, 23,900 ഇപ്പോൾ ശക്തമായ ഒരു സപ്പോർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് 24,000 മുകളിൽ തുടരുകയാണെങ്കിൽ അത് ബുൾസ് കൂടുതൽ കരുത്താർജിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇന്ന് നമ്മൾ മാർക്കറ്റിലെ അഡ്വാൻസ് ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ BSEയിൽ കാണുന്നത് 75% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തതായിട്ടാണ്. വെറും 21% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മൊത്തത്തിലുള്ള മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് യുദ്ധഭീതി വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ ഇറാനുമായി നേരിട്ടുള്ള ചർച്ച നടക്കാനിരിക്കുകയാണ്. അതുകൂടാതെ നിലവിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് അതിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും അത് 100-ൽ താഴെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇറാൻ US ചർച്ചകൾ അതിൻ്റെ ഒരു ഔട്ട്കം തീർച്ചയായിട്ടും മൺഡേ മാർക്കറ്റ് ഓപ്പണിങ്ങിനെ വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ അത് ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടാക്കുന്ന ഫ്ലക്ച്വേഷൻസും വളരെ പ്രധാനമാണ്. അപ്പോൾ അതായിരിക്കും അടുത്ത ആഴ്ചയിലെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഗതിയെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് മാർക്കറ്റിൽ എല്ലാ സെക്ടറും പോസിറ്റീവ് ആണെങ്കിലും IT സെക്ടർ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അണ്ടർ പെർഫോമൻസ് IT സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ TCSൻ്റെ റിസൾട്ട് ഒന്ന് വിലയിരുത്തുന്നത് ഒരു കൺക്ലൂഷനിലെത്താൻ സഹായിക്കും. ഇപ്പോൾ TCSൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 13,718 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അത് ഇയർ ഓൺ ഇയറിൽ 12% ഒരു വർധനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മാർക്കറ്റ് പ്രതീക്ഷയേക്കാൾ മികച്ച ഒരു പ്രകടനമാണ്. അതുപോലെ റവന്യൂ 70,698 കോടിയാണ്. അതായത് ഏകദേശം 10% ഇയർ ഓൺ ഇയർ വർധനമാണ്. അപ്പോൾ വലിയ തോതിലുള്ള ഡീലുകൾ വിൻ ചെയ്യാൻ TCSന് സാധിച്ചത് ഈ രീതിയിലുള്ള ഒരു റവന്യൂ ഗ്രോത്തിനും സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഓപ്പറേറ്റിംഗ് മാർജിൻ അത് 25% എന്ന ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും ഉയർന്ന മാർജിനാണത്. കൂടാതെ TCSൻ്റെ ഓർഡർ ബുക്ക് അത് ഏകദേശം $12 ബില്യൺ എന്ന ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു ക്വാർട്ടറിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഓർഡർ ബുക്കാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇത്തരത്തിൽ TCSൻ്റെ റിസൾട്ട് വിശകലനം ചെയ്യുമ്പോൾ അത് വളരെ പോസിറ്റീവാണെന്നും കൂടാതെ മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ TCSൻ്റെ റിസൾട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ജനറേറ്റീവ് AI മേഖലയിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള വരുമാനമാണ്. ഇപ്പോൾ TCSൻ്റെ AI മേഖലയിൽ നിന്നുള്ള വരുമാനം ഒരു വർഷം $2.3 ബില്യൺ എന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് IT കമ്പനികൾ അത് വെറും സർവീസ് നൽകുന്നവർ എന്ന ഒരു ഇമേജിൽ നിന്നും മാറിയിട്ട് AI സൊല്യൂഷൻസ് നൽകുന്നവരായി ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. സ്വാഭാവികമായിട്ടും ഇത് മറ്റ് ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് പോലെയുള്ള സ്റ്റോക്കുകളിലും അവരും ഇതേ ഒരു പാത പിന്തുടരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് US, യൂറോപ്യൻ വിപണികളിൽ ITയുടെ ആ ഒരു സ്പെൻഡിങ് വളരെ കുറവായിരുന്നു. എന്നാൽ TCSന് ലഭിച്ചിട്ടുള്ള $12 ബില്യൺ ഓർഡറുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ഡിമാൻഡ് തിരിച്ചു വരുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ടാണ് കണക്കൂട്ടപ്പെടുന്നത്. ഇതുകൂടാതെ TCSൻ്റെ മാർജിൻ വർദ്ധിച്ചത് 25% മുകളിലെത്തിയത് അത് IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെലവ് നിയന്ത്രിക്കാനും അതുപോലെ അവരുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുവാനും കഴിയും എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ TCSൻ്റെ റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും TCS സ്റ്റോക്കിന്ന് 2.55% ഫോൾ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ അത് 2,523 എന്ന പ്രൈസിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫോളിന് കാരണം നമ്മൾ FY26 ഇവരെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻറ്റ് കറൻസി ടേമിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ വർധനവല്ല, ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. 2.4% ഡീഗ്രോത്താണ് വരുമാനത്തിലുണ്ടായത്. കാരണം നമ്മൾ ഇന്ത്യൻ റുപ്പി ടേംസിലാണ് ഇതിൻ്റെ റിസൾട്ട് പരിശോധിക്കുന്നത്. അത് ഡോളർ ടേംസിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ ഇമ്പ്രൂവ് ഉണ്ടായിട്ടില്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്. അപ്പോൾ റൂപ്പി ഡീവാലുവേഷൻ കാരണമായിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്കിലുള്ള പ്രോഫിറ്റും വരുമാനവും ഒക്കെ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഇന്ന് ഇൻവെസ്റ്റേഴ്സിനെ നിരാശരാക്കുകയും TCSൽ ഒരു സെൽ ഓഫ് വർക്കുകയും ചെയ്തത്. കൂടാതെ മാർക്കറ്റ് പ്രതീക്ഷിച്ച ഒരു റവന്യൂ ഗൈഡൻസ് TCS നൽകിയിട്ടില്ല. അപ്പോൾ ഇതും ഒരു ഇടിവിന് കാരണമാണ്. ഇതുകൂടാതെ മൊത്തത്തിൽ IT സെഗ്മെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം ആന്ത്രോപ്പിക് പുറത്തിറക്കിയ മീത്തോസ് എന്ന പുതിയ AI മോഡൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്
അത് ഈ സൈബർ സെക്യൂരിറ്റി മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന ഒരു ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഇന്ത്യൻ IT സ്റ്റോക്കുകളെ മൊത്തത്തിൽ ഇന്ന് അണ്ടർ പെർഫോം ചെയ്യാൻ കാരണമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കൂടാതെ TCS പ്രഖ്യാപിച്ചിട്ടുള്ള ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 31 രൂപയാണ്. എന്നാൽ പൊതുവെ അനലിസ്റ്റുകൾ പ്രതീക്ഷിച്ചത് ഇതിലും ഉയർന്ന ഒരു തുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഡിവിഡൻഡോ പ്രതീക്ഷിച്ചിരുന്നു. അതും ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിൽ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ നിലവിലുള്ള മാർക്കറ്റ് നമുക്കറിയാം, അത് സെൽ ഓൺ ന്യൂസ് എന്ന ഒരു നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പിൽ നല്ല റിസൾട്ട് വരുമെന്ന എക്സ്പെക്റ്റേഷൻ്റെ ഭാഗമായിട്ട് ഒരു മുന്നേറ്റം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും തീർച്ചയായിട്ടും ഇന്ന് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ TCSൻ്റെ റിസൾട്ട് മിക്സഡ് ആണെങ്കിലും നമുക്ക് മൊത്തം IT കമ്പനികളുടെ ഒരു ഡയറക്ഷൻ മനസ്സിലാകണമെങ്കിൽ ഇൻഫോസിസിൻ്റെ റിസൾട്ടും കൂടി വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മൊത്തത്തിലുള്ള സെക്ടറിലുള്ള ഒരു ട്രെൻഡ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഇന്ന് US മാർക്കറ്റിൽ വരാൻ പോകുന്ന ഇൻഫ്ലേഷൻ ഡാറ്റയും വളരെ പ്രധാനമാണ്. അപ്പോൾ മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് ഏപ്രിൽ 10 ഇന്ന് നമ്മുടെ മാർക്കറ്റ് അവറിന് ശേഷം നമുക്കത് കാണാൻ കഴിയും. അത് തീർച്ചയായിട്ടും മാർക്കറ്റ് വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കാരണം US-ന്റെ ഹെഡ്ലൈൻ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ മാർക്കറ്റ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് 3.25 മുതൽ 3.4% വരെയാണ്. ഇതിന് മുമ്പത്തെ ഇൻഫ്ലേഷൻ 2.4% മാത്രമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ എനർജി പ്രൈസസ് വർദ്ധിച്ചത് സ്വാഭാവികമായിട്ടും അത് മുമ്പത്തെ മാസങ്ങളേക്കാൾ പണപ്പെരുപ്പം US മാർക്കറ്റിൽ ഉണ്ടാക്കും എന്ന ഒരു പ്രതീക്ഷ മൊത്തത്തിൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനോട് ചേർന്ന് നിന്നുകൊണ്ട് 3.4%-ലൊക്കെ ഇൻഫ്ലേഷൻ ഉയർന്നാൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. കാരണം ഇൻഫ്ലേഷൻ ഉയർന്നാൽ ഫെഡറൽ റിസർവ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് വൈകും. ഇത് തീർച്ചയായിട്ടും ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഇന്ത്യൻ IT കമ്പനികളെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തു വരുന്ന അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. അതുപോലെ ഇന്ന് Nifty 50 കമ്പനികളിൽ ഏറ്റവും ഹയസ്റ്റ് ഗെയിൻ നേടിയ 2 സ്റ്റോക്കുകൾ കാണാം. അതിലൊന്ന് ഐഷർ മോട്ടോഴ്സാണ്. അപ്പോൾ ഐഷർ മോട്ടോഴ്സിൻ്റെ കീഴിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഇലക്ട്രിക് ബൈക്കായിട്ടുള്ള ഫ്ലൈയിങ് ഫ്ലീ C6 എന്ന പേരിലുള്ള ഈ ഒരു ബ്രാൻഡ് EV ബൈക്ക് ഇന്നലെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധകാലത്ത് റോയൽ എൻഫീൽഡ് സൈനികർക്കായിട്ട് നിർമ്മിച്ച ഭാരം കുറഞ്ഞ ബൈക്കുകളിൽ നിന്നാണ് ഈ ഫ്ലൈയിങ് ഫ്ലീ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2.79 ലക്ഷം എക്സ് ഷോറൂം പ്രൈസുള്ള ഈ ഒരു ബൈക്ക് മാർക്കറ്റിൽ ഒരു ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയാണ് പൊതുവെ കാണുന്നത്. കൂടാതെ ഈ ബൈക്ക് ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി ആസ് എ സർവീസ് എന്ന രീതിയിലും റൈഡേഴ്സിന് സ്വന്തമാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് കണക്കാക്കുന്നത് ഒരു തവണ ചാർജ് ചെയ്താൽ 154 കിലോമീറ്ററാണ്. മാക്സിമം ഇതിൻ്റെ സ്പീഡ് 115 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഒരു മണിക്കൂർ സമയം കൊണ്ട് തന്നെ ഈ ബൈക്ക് ചാർജ് ചെയ്യാൻ കഴിയും എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 124 കിലോ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലോഞ്ചിങ് ഐഷർ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കിൽ വലിയ തോതിൽ ഇന്ന് പോസിറ്റീവായിട്ട് വന്നതായിട്ട് കാണാം. 3.75% അപ്സൈഡ് ആയിട്ടാണ് ഇന്ന് മാർക്കറ്റിൽ ഇത് ക്ലോസ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. 7415 എന്ന പ്രൈസിലാണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നത്. ഇതുപോലെ ഇന്ന് മേജർ ഗെയിൻ നേടിയ മറ്റൊരു സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. മൊത്തത്തിലുള്ള മാർക്കറ്റ് സെന്റിമെന്റ്സ് ചേഞ്ച് ആയതും അതുകൂടാതെ ഏഷ്യൻ പെയിൻറ്റ്സ് എടുത്ത ചില സുപ്രധാന തീരുമാനങ്ങളുമാണ് ഈ മുന്നേറ്റത്തിന് കാരണം. അവരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രൈസ് 6% മുതൽ 8% വരെ അവർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള വർധന മൂലം ഈ റോ മെറ്റീരിയൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വർധനവ് അതിനെ മറികടക്കാനാണ് ഇത്തരം ഒരു തീരുമാനം കമ്പനി എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. കാരണം അത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് മാർജിൻ മെച്ചപ്പെടുത്തുമെന്ന് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുകയാണെങ്കിൽ അപ്പോൾ അത് ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻപുട്ട് കോസ്റ്റിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ അത് അവരെ സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ Q4 റിസൾട്ടുകൾ ഈ മാസം അവസാനമായിരിക്കും പുറത്തു വരിക. ഇപ്പോൾ കമ്പനി മികച്ച ലാഭം ഉണ്ടാക്കുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏഷ്യൻ പെയിൻറ്റ്സ് സ്റ്റോക്ക് ഏകദേശം 3.81% മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2356 എന്ന പ്രൈസ് റേഞ്ചിലാണ് നമ്മളിപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് കാണുന്നത്. ഇതുപോലെ ഇന്ന് IT സ്റ്റോക്കുകൾ മൊത്തം ഒരു അണ്ടർ പെർഫോമിംഗ് ആണെങ്കിലും വിപ്രോയിൽ ഇന്നൊരു പോസിറ്റീവ് ക്ലോസിംഗ് കാണാൻ കഴിയും. അപ്പോൾ വിപ്രോയിൽ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത അവരുടെ ഷെയർ ബൈബാക്കുമായി ബന്ധപ്പെട്ട് ഒരു ഡയറക്റ്റ് ബോർഡ് മീറ്റിംഗ് ഏപ്രിൽ 16 ചേരാൻ പോവുകയാണ്. അപ്പോൾ Q4 റിസൾട്ടിനോടനുബന്ധിച്ച് തീർച്ചയായിട്ടും ബൈബാക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഷെയർ ബൈബാക്ക് നടത്തുമ്പോൾ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ പ്രീമിയത്തിലായിരിക്കും കമ്പനി ആ ബൈബാക്ക് അനൗൺസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിന് അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ ബൈബാക്ക് നടത്തുമ്പോൾ EPS-ലും വർധനവുണ്ടാവും. കാരണം മാർക്കറ്റിൽ ഷെയറുകളുടെ എണ്ണം കുറയുമ്പോൾ ഏർണിങ്സ് പെർ ഷെയർ അത് കൂടുതലായിട്ട് മെച്ചപ്പെടും.
അപ്പോൾ വിപ്രോ ഇത് ആദ്യമായിട്ടല്ല ബൈബാക്ക് നടത്തുന്നത്. അവർ ഇതിനു മുമ്പും വലിയ തോതിൽ ബൈബാക്ക് നടത്തിയിട്ടുള്ളൊരു കമ്പനിയാണ്. 2023 അവർ ഒരു ഷെയറിന് 445 എന്ന പ്രൈസിൽ ബൈബാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് ഏപ്രിൽ 16 ബോർഡ് മീറ്റിങ്ങിന് ശേഷമായിരിക്കും അനൗൺസ് ചെയ്യപ്പെടുക. ഇന്നത്തെ ഓപ്ഷൻ ചെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള അവസ്ഥയിൽ കാണുന്നത് കോൾ സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,500 എന്ന ലെവലിലെത്തിയിരിക്കുകയാണ്. 24,400 24,300 24,200 ഒക്കെ നല്ല തോതിലുള്ള കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. കൂടാതെ 24,000 ശക്തമായ കോൾ റേറ്റിംഗ് ഉണ്ട്. പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നതും 24,000 അപ്പോൾ അതുകൊണ്ട് തന്നെ 24,000 എന്നുള്ള ലെവലിൽ അതിശക്തമായ ഒരു ഫൈറ്റ് ബുൾസും ബിയേഴ്സും തമ്മിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.